മാർക്സിസ്റ്റ് പാർട്ടി സ്വർണം കലക്കൽ മറച്ചു വെക്കാൻ പെടാപ്പാടുപെടുന്നു. കോൺഗ്രസ് പാർട്ടി യുവ നേതാവിൻ്റെ ഗർഭം കലക്കൽ മറച്ചു വെക്കാൻ കഷ്ടപ്പെടുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ, രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വികസന രാഷ്ട്രീയത്തിൻ്റെ ഉദയം ജനങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വളരെ ദയനീയമാണ്. 5 ലക്ഷം കോടി രൂപ കടത്തിലാണ്. നമ്മുടെ കുട്ടികൾ, യുവാക്കൾ പണിയെടുക്കാൻ മാത്രമല്ല വിദേശത്തേക്ക് പോകുന്നത്, പഠിക്കാൻ കൂടി വിദേശത്ത് പോവുകയാണ്. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിരിക്കുകയാണ്. അടിമുടി അഴിമതിയാണ്. നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ പരിവാർ രാജ് കണ്ടിട്ടുണ്ട്. ലാലു പ്രസാദിന്റെ മക്കളാണ് ബീഹാർ കട്ടുപിടിച്ചത്. മുനേർ സിംഗിന്റെ മക്കളും മരുമക്കളുമാണ് UP കട്ടുപിടിച്ചത്. അതുപോലെ പിണറായി വിജയന്റെ മരുമകനും മക്കളും ഈ കേരളം കട്ടുപിടിക്കുന്ന, വെറുപ്പുളവാക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കടകളിൽ നിന്നും വായനശാലകളിൽ നിന്നും പറയും, ഇവിടെ ഇനി ആര് ഭരിച്ചാലും രക്ഷപ്പെടാൻ പോകുന്നില്ല, കേരളത്തെ അത്രമാത്രം കുത്തുവാളയെടുപ്പിച്ചിരിക്കുന്നു എന്ന് നിരാശയോടുകൂടി ചാനൽ ചർച്ചകളിൽ പോലും പറയുന്ന വിദഗ്ധരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ മുമ്പിൽ കൃത്യമായ ഒരു ബദൽ വികസന കാഴ്ചപ്പാടുമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. 8 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി ഉണ്ടായിരുന്ന കേരളം ഇന്ന് 2.25 ലക്ഷം ഹെക്ടറായി ചുരുങ്ങിയിരിക്കുന്നു. കേരളത്തിൽ ഒരു കാർഷിക സംസ്കാരം തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നത് പഴയ രീതിയിലുള്ള ഒരു വലിയ വയൽ പ്രദേശത്തെ കൃഷി എന്നുള്ളതിന് പകരം ഒരു ഹൈടെക് കൃഷി രീതിയിലേക്ക് നമ്മൾ പോകണം. അതിന് പറ്റിയ മാർഗം ലോകത്തെ പഠിപ്പിച്ചത് ഇസ്രയേലുകാരാണ്. മരുഭൂമിയിൽ കനകം വിളയിച്ചവരാണ് ഇസ്രയേലുകാർ. ഇസ്രയേലിന്റെ ഒരു കാർഷിക രീതി നമ്മൾ ആവിഷ്കരിക്കേണ്ടത്. കാശ്മീരിലെ കുങ്കുമപ്പൂ കേരളത്തിൽ കൃഷി ചെയ്തു. എങ്ങനെയാണെന്നറിയോ? ഒരു വീട്ടിലെ സ്റ്റോർ റൂമിൽ നല്ല തണുത്ത അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് അവിടെ കുങ്കുമപ്പൂ കൃഷി ചെയ്തിട്ട്, ലെയറായി കൃഷി ചെയ്തിട്ട് ഒരുപാട് പൈസ സമ്പാദിച്ച ഒരു യുവാവിനെ കുറിച്ച് സോഷ്യൽ മീഡിയ കുറെ കാലം ചർച്ച ചെയ്തു. ഇത് ഒരു ഇസ്രായേൽ കൃഷി രീതിയുടെ ചെറിയ ഉദാഹരണമാണ്. ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൃഷിക്കാരെ അഭിസംബോധന ചെയ്യുന്നത്. കേരളത്തിലെ കാർഷിക രംഗത്തെ നടുവൊടിഞ്ഞ കാർഷിക മേഖലയെ നിവർത്തി നിൽക്കാൻ ആവശ്യമായ വ്യക്തമായ കാഴ്ചപ്പാട് രാജീവ് ചന്ദ്രശേഖരന്റെ ടീമിന്റെ മുമ്പിലുണ്ട്. നിക്ഷേപ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഫലമായി കേരളം വ്യവസായത്തിന്റെ മരുപ്പറമ്പായി മാറിയത്. കേരളം പോലുള്ള ഒരു സ്ഥലത്ത് വൻകിട വ്യവസായങ്ങൾക്കുള്ള സാധ്യത തുലവും കുറവാണ്. പക്ഷേ കേരളത്തിൽ വലിയ സാധ്യതയുള്ള ചില മേഖലകളുണ്ട്. അത് സർവീസ് സെക്ടറിലും IT, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേഖലകളിലെ വമ്പിച്ച സാധ്യതയുള്ള മണ്ണാണ് കേരളം. അതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ മാൻ പവറാണ്. നമ്മുടെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരെല്ലാം നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ അമേരിക്കയിലെ കാലിഫോർണിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ IT പാർക്കിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം കൂടുതലും, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം, നല്ലൊരു പങ്ക് ഈ ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള യുവതിയുവാക്കളാണ്. എക്സ്പീരിയൻസ് ഉള്ള ഒരു തലമുറയെ തിരിച്ചു കൊണ്ടുവന്ന് കേരളത്തിൽ കുടിൽ വ്യവസായം പോലെ ഈ ഹൈടെക് വ്യവസായങ്ങൾ വ്യാപിപ്പിക്കാനുള്ള കൃത്യമായ കാഴ്ചപ്പാട് നരേന്ദ്രമോദിയുടെ ടീമിന് മുമ്പിലുണ്ട്. ഒരുപക്ഷെ തിറകളുടെയും തറികളുടെയും നാട്ടിൽ എന്തുകൊണ്ട് ഈ വടക്കൻ മലബാറിൽ ടൂറിസ്റ്റുകൾ വേണ്ടത്ര വരാത്തത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായൊരു ഉത്തരവുണ്ട്. ടൂറിസ്റ്റുകൾ വരണമെങ്കിൽ ആ നാട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ ശക്തമായിരിക്കണം.
നല്ല റോഡ് ഉണ്ടാവണം. ട്രാഫിക് കുരുക്കപ്പെട്ട് ശ്വാസം മുട്ടി വേറൊലിച്ച് ശാപവാക്കുകൾ പറയാനൊന്നും അവർക്ക് നേരമില്ല. അവർക്ക് കുറച്ച് സമയം കൊണ്ട് ഈ സുന്ദരമായ നാട് കണ്ടിട്ട് പോകണം. അതുപോലെ തന്നെ നല്ല ട്രെയിൻ വേണം. പക്ഷെ നല്ല ട്രെയിൻ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ വിദേശികളൊക്കെ അട്രാക്ട് ചെയ്യുന്ന വിധത്തിൽ നരേന്ദ്രമോദി വന്ദേ ഭാരത് ട്രെയിൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ആ ട്രെയിനിന് സീറ്റ് കിട്ടാൻ ആട് ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 6 വരി പാത യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. ഇനി കേരളത്തിന് സാധ്യതയുണ്ട് ടൂറിസം രംഗത്ത് ആളുവരും. ഞാനൊരു ഉദാഹരണം പറയാം. കണ്ണൂരിൽ വർഷങ്ങൾക്ക് മുമ്പ് ലോകപ്രശസ്തനായ ഫുട്ബോൾ കളിക്കാരൻ മർഡോണയെ ഒരു ഗ്രൂപ്പ് ഇവിടെ കൊണ്ടുവന്നു. അന്ന് ഞാൻ ജനപ്രതിനിധിയായിരുന്നു. ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മർഡോണയുടെ ആളുകൾ, അദ്ദേഹം വലിയ സെലിബ്രിറ്റിയാണ്. അവരുടെ മാനേജർമാർ വന്നു ഇദ്ദേഹത്തെ ഇവിടെ താമസിപ്പിക്കും. അങ്ങനെ താമസിപ്പിക്കാൻ കണ്ണൂരിലെ ഹോട്ടലുകൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ ഒരു വൃത്തിയുള്ള ഹോട്ടലില്ല. അവസാനം നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള രവിയുടെ ഹോട്ടല് ഒരു ചുമര് തന്നെ തട്ടി 2 റൂമുകൾ ഒന്നാക്കി അത് 1.5 മാസം കൊണ്ട് പുനർനിർമ്മിച്ചിട്ടാണ് അദ്ദേഹം കണ്ണൂരിൽ വന്ന് താമസിച്ചത് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് എത്ര ദയനീയമാണ് ഈ കണ്ണൂരിന്റെയും കേരളത്തിന്റെ പല ജില്ലകളുടെയും അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ടൂറിസം രംഗത്ത് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വമ്പിച്ച തൊഴിൽ സാധ്യതയുള്ള മേഖലയാണ്. നാം മനസ്സിലാക്കേണ്ടത് ഈ കണ്ണൂരിൽ നിന്ന് 3 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കരുണാകരനും നായനാറും ഇപ്പോൾ സഖാവ് പിണറായിയും ഈ കേരളം വർഷങ്ങളോളം ഭരിച്ചിട്ട് ഈ കേരളത്തിൽ കണ്ണൂരിന്റെ സ്ഥിതി വളരെ ദയനീയമാണ് എന്ന് മനസ്സിലാക്കാൻ നാം കഴിയും. ഡസൻ കണക്കിന് ചാർട്ടേഡ് വിമാനങ്ങളിൽ ലോകത്തിന്റെ വിശേഷിച്ച് റഷ്യയിലും യൂറോപ്പിൽ നിന്നും വിമാനങ്ങളിൽ ടൂറിസ്റ്റുകൾ വരും. ഒരു വിമാനം നിറയെ ടൂറിസ്റ്റുകൾ അവർ കറങ്ങിയിട്ട് ആ വിമാനത്തിൽ തിരിച്ചു പോകുന്ന ചാർട്ടേഡ് വിമാനങ്ങൾ വന്നിറങ്ങുന്നു. എവിടെ? ഗോവയിൽ. ഗോവയേക്കാൾ സുന്ദരമാണ് കേരളം. കണ്ണൂർ എയർപോർട്ടിലും കേരളത്തിലെ എയർപോർട്ടുകളിലും ചാർട്ടേഡ് വിമാനങ്ങളിൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതിനൊപ്പമുള്ള ഒരു സാധ്യത കേരളത്തിലെ ആയുർവേദ ട്രീറ്റ്മെന്റ് ആണ്. ആയുർവേദ ട്രീറ്റ്മെന്റിനും അറബികളും യൂറോപ്യന്മാരും കടന്നു വരുന്ന വലിയ സാധ്യത കേരളത്തിലുണ്ട്. അത് ഇവിടെ ആവിഷ്കരിക്കണമെങ്കിൽ നരേന്ദ്രമോദിയുടെ ടീമിനെ കേരളം ഏൽപ്പിക്കണം. നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്താണെന്നറിയോ? അത് മഴയാണ്, കാർമേഘങ്ങളാണ്. ആ മഴയൊക്കെ പെയ്ത് പുഴകളിലൂടെ ഒഴുകി കടലിൽ ചെന്ന് അത് ഉള്ളായി മാറും. നിങ്ങൾ നോക്കൂ, നമുക്ക് കാർമേഘങ്ങളാണ് ദൈവം അനുഗ്രഹിച്ച് നൽകിയതെങ്കിൽ ഇതുപോലൊരു അനുഗ്രഹം കിട്ടിയ ഭൂമി ലോകത്തുണ്ട്. അത് ഗൾഫ് നാടുകളാണ്. ആ ഗൾഫ് നാടുകളിലെ ഭൂമിക്കടിയിൽ ക്രൂഡ് ഓയിലാണ് ദൈവം അനുഗ്രഹിച്ച് നൽകിയത്. പിന്നീട് ശാസ്ത്രം അത് കണ്ടെത്തിയപ്പോൾ ദരിദ്രവാസികളായ അറബികൾ സമ്പന്നരായി. ക്രൂഡ് ഓയിലിനേക്കാളും പെട്രോളിനേക്കാളും വിലയുണ്ട് ഇന്ന് കുടിവെള്ളത്തിന്. കേരളത്തിൽ കൃത്യമായി പെയ്തിറങ്ങുന്ന മഴ സംഭരിച്ച് കുടിവെള്ളമാക്കി ലോകത്ത് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ കേരളം കുടിവെള്ള ഡോളറിന്റെ നാടായി മാറും. പെട്രോൾ ഡോളറിന്റെ ഗൾഫിനേക്കാളും വളരെ പെട്ടെന്ന് സമ്പന്നമാക്കാൻ പറ്റുന്ന ഒരു വികസന കാഴ്ചപ്പാട് ഞങ്ങൾ നരേന്ദ്രമോദിയുടെ ടീമിന്റെ മനസ്സിലുണ്ട്. നരേന്ദ്രമോദിയുടെ ഇത്തരം വികസന കാഴ്ചപ്പാടുകൾ കണ്ണുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ഒരു 1.25 പതിറ്റാണ്ട് മുമ്പ് നരേന്ദ്രമോദിയെ കണ്ടുപഠിക്കണം, ഗുജറാത്തിനെ കണ്ടുപഠിക്കണം എന്ന് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി ഉച്ചത്തിൽ കേരളത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ആ പറഞ്ഞാൽ ഞാനായിരുന്നു. എന്നെ CPM പിടിച്ച് പുറത്താക്കി പടിയെടുക്കുന്നുണ്ടത്. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇപ്പോൾ പ്രസംഗിക്കുന്നത്. പക്ഷെ മുഖ്യമന്ത്രി ഗുജറാത്തിൽ നിന്ന് പ്രധാനമന്ത്രിയായപ്പോൾ കേരളത്തിലെ ആളുകൾക്കൊക്കെ മനസ്സിലായി നമ്മുടെ RSPയുടെ നേതാവും എളമരം കരീമും അങ്ങനെ എല്ലാവരും നരേന്ദ്രമോദിയെ വാഴ്ത്താൻ തുടങ്ങി. ഇപ്പോൾ ഏറ്റവും അവസാനം ശശി തരൂർ നരേന്ദ്രമോദിയുടെ ഫാൻസ് അസോസിയേഷന്റെ അഖിലലോക നേതാവായി മാറിയിരിക്കുകയാണ്. നരേന്ദ്രമോദി ടീമിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഭരിച്ചു മുടിച്ച് കട്ട് 5 ലക്ഷം കോടിയുടെ കടത്ത് കേരളത്തെ പെടുത്തിയിരിക്കുന്നു. ആ കേരളത്തിന്റെ 5 ലക്ഷം കോടിയുടെ കടം 1 വർഷം മഴവെള്ളം മാർക്കറ്റ് ചെയ്ത് ഞങ്ങൾ തീർത്തു കിട്ടുമെന്നുകൂടി ഈ
ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ അവിടുത്തെ പല ഡിവിഷനുകളിലും ഗൃഹസമ്പർക്കത്തിന് പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒരു വീട്ടിൽ ഞാൻ വോട്ട് പിടിക്കാൻ പോയപ്പോൾ ഒരമ്മ പറഞ്ഞത്, മോനെ താമരക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അവർ നമ്മൾ അയ്യപ്പനെ കട്ടുകൊണ്ടുപോയി കളയും. വളരെ കൃത്യമായി ഒരു വീട്ടമ്മ ഈ കേരളത്തിലെ ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തെ വളരെ കവിത പോലെ സുന്ദരമായ വാക്കുകളിലാണ് എന്നോട് പങ്കുവച്ചിട്ടുള്ളത്. ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. എന്താണ് നമ്മുടെ ചെറുപ്പക്കാരുടെ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന പാട്ട്? ആ പാട്ട് ഇപ്പൊ വൈറലാണ്. സ്വർണം കട്ടത് ആരപ്പ, സഹാക്കളാണ് അയ്യപ്പ. ഇതാണ് നമ്മുടെ നാട്ടിൽ പാടി നടക്കുന്ന പാട്ട്. സ്വർണം ചമ്പാക്കിയത് ആരപ്പ, സഹാക്കളാണ് അയ്യപ്പ, സ്വാമി അയ്യപ്പ. ഇതാണ് സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, CPM-ന്റെ സ്ക്വാഡ് പ്രവർത്തനത്തിന് പോകുന്ന ആളുകളുടെ വോട്ട് പോലും തങ്ക താമരക്ക് കിട്ടുന്ന ഒരു രാഷ്ട്രീയ കാലമാണ്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്ന സന്ദർഭത്തിലായിരുന്നു ഈ പിണറായി വിജയൻ അയ്യപ്പന്റെ തിരുസന്നിധിയിലെ ആചാരലംഘനത്തിന് വേണ്ടി ഒരുപാട് കർണാടകങ്ങൾ ചെയ്തത്. ഫാത്തിമ റഹന എന്ന് പറയുന്ന ബീഫും പൊറോട്ടയും മാത്രം കഴിക്കുന്ന ശബരിമലയിൽ കയറ്റാൻ പിണറായി വിജയന്റെ പോലീസ് എല്ലാ സഹായങ്ങളും ചെയ്തു. ആ സന്ദർഭത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കേരളത്തിൽ ജനങ്ങളോട് ഞാൻ നടത്തിയൊരു പ്രസംഗമുണ്ട്. ഞാൻ പറഞ്ഞു, നേരെ പോളിംഗ് ബൂത്തിൽ ചെന്നിട്ട് വിശ്വാസികളെ, അയ്യപ്പ ഭക്തന്മാരെ, നിങ്ങൾ നേരെ പോളിംഗ് ബൂത്തിൽ ചെന്ന് ഇലക്ട്രോണിക് യന്ത്രത്തിന് മുമ്പിൽ നിന്ന് കണ്ണടച്ച് സാക്ഷാൽ ശാസ്താവിനെ മനസ്സിൽ ധ്യാനിച്ച് പിണറായി വിജയൻ നെഞ്ഞറപ്പല കുത്തി കൊടുക്കണം എന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗം വൈറലായിരുന്നു. പക്ഷേ ഈ നാട്ടിലെ ഈ നാലാത്ത മഹാഭൂരിപക്ഷം ആളുകളും അത് ചെവികൊണ്ടില്ല. അവർ പിണറായിക്ക് കുത്തി കൊടുത്തു. നമ്മൾ കേരളം ഇന്ന് കാണുന്ന ഈ കോലത്തിലായി. ഇതിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച കേട്ടിട്ട്, ചാനലുകളിൽ ചർച്ച കേട്ടിട്ട് എനിക്ക് ചിരി വന്നു. എന്താണെന്നറിയോ? ഈ കേസിൽ സ്വർണം കട്ട് കൊള്ളയടിച്ച അവിടുത്തെ ദ്വാരപാലക പാടികളും അവിടുത്തെ സ്വർണ്ണ കട്ടലയും ഒക്കെ കൊള്ളയടിച്ചത് ഈ എൻ വാസു കൂടാതെ നടത്തിയിട്ടാണ്. പത്മകുമാർ, 2 CPM നേതാക്കന്മാർ ശാസ്താവിന്റെ ശക്തി കൊണ്ട് ഇപ്പോൾ ജയിലിൽ കിടന്ന് ഗോതമ്പ ഉണ്ട തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ക്രിമിനലുകളെ, ആ ദൈവദ്രോഹികൾ ഒരാളായിട്ടുള്ള എൻ വാസുവിന്റെ കയ്യിൽ വിലങ്ങ് വെച്ചു എന്നുള്ളതായിരുന്നു ഒരു ദിവസത്തെ ചാനൽ ചർച്ച. അത് കേട്ടപ്പോ എനിക്ക് തോന്നിയ എന്താണെന്നറിയോ? ഈ എൻ വാസു എന്ന് പറയുന്ന തെമ്മാടിയുടെ കാട്ടുകവന്റെ കയ്യിൽ മാത്രമല്ല വിലങ്ങ് വെക്കേണ്ടത്, ഓന്റെ കാലിൽ വിലങ്ങ് വെക്കണമെന്ന് തോന്നിയ ഒരു പ്രവർത്തകനായിരുന്നു ഞാൻ, ഒരു ശ്രോതാവായിരുന്നു ഞാൻ. എന്റെ പ്രസംഗം കേൾക്കുന്ന വിശ്വാസികൾ, നിങ്ങൾ പറയൂ, അദ്ദേഹത്തിന്റെ കാലിൽ വിലങ്ങ് വെക്കണ്ടേ? യഥാർത്ഥത്തിൽ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർ ശബരിമല കൊള്ളയിൽ ജയിലിൽ കിടക്കുകയാണ്. ഈ ശബരിമല വിഷയം എല്ലാവരും ധരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വിശ്വാസികളുടെ മാത്രം പ്രശ്നമാണ്. അല്ല, അത് ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിൽ മുഴുവൻ വേദന ഉണ്ടാക്കിയ വിഷയമാണ്. കാരണം ഇവിടുത്തെ ഹിന്ദു വിശ്വാസികളുടെ ദയനീയ അവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ദയനീയ അവസ്ഥ? നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതം ഹിന്ദു മതമാണെങ്കിലും ഈ ഭാരതം തന്നെ ജന്മം നൽകിയ നിരവധി മതങ്ങളുണ്ട്. സിഖ് മതമുണ്ട്, ജൈന മതമുണ്ട്, ബുദ്ധ മതമുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് ഇവിടെ കടന്നു വന്നിട്ടുള്ള നിരവധി മതസംസ്കാരങ്ങളുണ്ട്. ഇറാനിൽ നിന്ന് ആട്ടിയൊടിക്കപ്പെട്ട സൗരാഷ്ട്രന്മാർ ഇവിടെയാണ് അഭയം പ്രാപിച്ചത്. അല്ലെങ്കിൽ ദലൈലാമയും കൂട്ടരും ഇവിടെയാണ് അഭയം പ്രാപിച്ചത്. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഒഴിച്ച് ബാക്കി എല്ലാം നിയന്ത്രിക്കുന്നത്, ഭരിക്കുന്നതാണ് അതാണ് മതത്തിലുള്ള വിശ്വാസികളാണ്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു ചർച്ച ഉണ്ട് എന്ന് വിചാരിക്കാം. ആ ചർച്ചകളാണ് ഭരിക്കുന്നത്. അതിന്റെ ചുറ്റും ഇടവകയിലുള്ള 100-300 വീട്ടിലെ വിശ്വാസികളാണ് അത് ഭരിക്കുന്നത്. എന്നാൽ മുസ്ലിങ്ങളുടെ ഒരു പള്ളി നിയന്ത്രിക്കുന്ന മദ്രസ
കോൺഗ്രസ് നിയന്ത്രിക്കുന്ന ആരാണ്? ആ ജമാഅത്ത് കമ്മിറ്റിയുടെ ചുറ്റുമുള്ള ഒരു 100, 300, 400 കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇത് ഭരിക്കുന്നത്. എങ്ങനെ? വിശ്വാസികളിൽ നിന്ന്, ഇടവകയിൽ നിന്ന്, മഹല്ല് കമ്മിറ്റിയിൽ നിന്ന്, വിശ്വാസികളെ തെരഞ്ഞെടുക്കപ്പെടുന്ന വിശ്വാസികളുടെ ഭരണം എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ആരാധനാലയങ്ങളും ഭരിക്കുമ്പോൾ ഹിന്ദു മതത്തിന്റെ ആരാധനാലയങ്ങൾ ഭരിക്കുന്നത് ആ ഇടവകയിലുള്ളവരല്ല, മറിച്ച് എത്രയോ ദൂരയിൽ നിന്ന് വന്ന വിശ്വാസികളല്ല, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള നിരീശ്വരവാദികൾ ഭരിക്കുന്നു. നിങ്ങൾ തന്നെ ശബരിമലയുടെ മുമ്പില് നമ്മുടെ വാസവൻ എന്ന് പറയുന്ന ഒരു മന്ത്രി അവിടെ നട തുറക്കുന്ന സന്ദർഭത്തിൽ അവിടെ നിൽക്കുകയാണ്. ആ എല്ലാവരും തൊഴുകയോടുകൂടി ആ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇവൻ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുകയാണ്. എന്തിനാണ് ഇവൻ അവിടെ നിൽക്കുന്നത്? ഈ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. ഇവന് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ, ഇവൻ നിരീശ്വരവാദിയാണെങ്കിൽ ആ നടയിൽ നിന്ന് കുറച്ച് മാറി നിന്നൂടെ, എന്നിട്ട് 1-2 വിശ്വാസികൾക്ക് അവിടെ ചാൻസ് കൊടുത്തൂടെ. ഇവൻ അവിടെ മാറി തന്നെ ഒരു 1/2 ഡസൻ ആളുകൾക്ക് അവിടെ കയറി തൊഴാൻ പറ്റും. അത്രയും വലുപ്പമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയോടും അമിത്ഷാജിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ധീരമായ ചില നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ള ഭരണാധികാരികളാണ്. കാശ്മീരിന്റെ പ്രത്യേക അവകാശം എടുത്ത് തോട്ടിലെറിഞ്ഞവരാണ് നിങ്ങൾ. ഈ രാജ്യത്ത് മുത്തലാഖ് എന്ന് പറയുന്ന ലോകത്തിലെ 20 ഇസ്ലാമിക രാജ്യങ്ങൾ നിരോധിച്ച മുത്തലാഖ് നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയവരാണ്. അങ്ങനെ ധീരമായ നിലപാടുകൾ സ്വീകരിച്ച നിങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ധീരമായ ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ ചോദ്യം. ഈ 2 മുനിസിപ്പാലിറ്റികളിൽ ഒരു വികസനം നടന്നില്ല. ശരിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ടിൻ സിറ്റിയാക്കാനുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. ഏതുപോലെ? ഹൈദരാബാദ് സെക്കൻഡറാബാദ് പോലെ, ഭുവനേശ്വർ കട്ടക്ക് പോലെ, അഹമ്മദാബാദ് ഗാന്ധിനഗർ പോലെ ഒരു ടിൻ സിറ്റിയാക്കി മാറ്റാൻ വലിയ സ്കോപ്പുള്ള മണ്ണാണ് ഈ തലശ്ശേരിയും അതുപോലെ തന്നെ കണ്ണൂർ കോർപ്പറേഷനും. അതിനെന്ത് വേണം? അതിന് നല്ല വിഷനുള്ള ലീഡർഷിപ്പ് വേണം. മുഴപ്പിലങ്ങാട് പ്രദേശം ഉൾപ്പെടെ ഈ നഗരത്തിന്റെ ഭാഗമായി മാറണം. വേണമെങ്കിൽ ഈ 20 കിലോമീറ്റർ ദൂരത്ത് നമുക്ക് സെമി മെട്രോ പോലും ഭാവിയിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു ഹൈടെക് സിറ്റിയാക്കി ഈ 2 പ്രദേശത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. ലോകത്തിലെ തന്നെ ഒരു വലിയ അത്ഭുതമാണ് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. പക്ഷെ അവിടെ ഒരു അടിസ്ഥാന സൗകര്യമില്ല. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ചിഹ്നം നോക്കിയിട്ടല്ല വോട്ട് ചെയ്യുന്നത്, ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം പറയുണ്ടായി. സത്യത്തിൽ ചിന്തിച്ച് കേരളത്തിൽ വോട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ണൂർ കോർപ്പറേഷൻ ഞങ്ങൾ ജയിപ്പിക്കണം, അതുപോലെ തലശ്ശേരി മുനിസിപ്പാലിറ്റി ഞങ്ങൾ ജയിപ്പിക്കണം, കേരളത്തിൽ ഞങ്ങൾ ജയിപ്പിക്കണം. ജയിപ്പിക്കുകയാണെങ്കിൽ നഗര വികസനത്തെ കുറിച്ച്, അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ച്, വ്യവസായത്തെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ടൂറിസത്തെക്കുറിച്ച്, ആയുർവേദത്തെക്കുറിച്ച് എല്ലാം കൃത്യമായ ഒരു വികസന കാഴ്ചപ്പാട് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് കേരളത്തെ രക്ഷിക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിശ്വസിച്ച് എവിടെ എത്തിയെന്നറിയോ? കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ മുജാഹിദ് സലഫി പള്ളികളിൽ വെള്ളിയാഴ്ച ഈ കുത്തുബ പ്രസംഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിന് മുമ്പ് ഒരു പ്രസംഗമുണ്ട്. യഥാർത്ഥത്തിൽ ആ പ്രസംഗത്തിൽ അവർ ഇതേ ആശയങ്ങൾ വളരെ വിഷലിപ്തമായി നടത്തി. ഞങ്ങളുടെ ചില സുഹൃത്തുക്കൾ ആ നിസ്കാരത്തിന് പോയിട്ട് വന്നിട്ട് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രചരണ യോഗത്തിൽ പ്രസംഗിക്കുന്നത് പോലെയാണ് മൊയ്ലാക്കന്മാർ അവിടെ പ്രസംഗിക്കുന്നത് എന്നാണ്. ഈ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കെതിരല്ല. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് സുന്നികളാണ്. ആ സുന്നികളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ ഈമാന്റെ ഭാഗമാണ് ദേശസ്നേഹം എന്ന് പഠിപ്പിക്കുകയാണ്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയും സലഫികളും പഠിപ്പിക്കുന്നത് മൗദൂദിസമാണ്, അതുപോലെ തന്നെ വഹാബിസമാണ്. ഇതിന്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന തീവ്രവാദ രാഷ്ട്രീയമാണ്. അതിന്റെ രാഷ്ട്രീയ രൂപമാണ് നമ്മുടെ SDP, PFI മുതൽ ISIS വരെയുള്ള, അതുപോലെ തന്നെ പ്രോപ്പർ ഫ്രണ്ട് മുതൽ ഇവിടുത്തെ വെൽഫെയർ പാർട്ടി ഉള്ള ജമാഅത്ത് ഇസ്ലാമിയും സലഫി ഗ്രൂപ്പുകളും. ഇവരുടെ പള്ളികളിലാണ് മുമ്പ് പ്രസംഗിച്ചു എന്ത് CIA വന്നപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ എല്ലാം നാട് കടത്തുമെന്ന് പറഞ്ഞു. അവരൊക്കെ പൗരത്വം നഷ്ടപ്പെടുന്നത് നുണപ്രചരണം നടത്തി. അത് യാതൊരു കഥയില്ല എന്ന് ഇപ്പൊ ആളുകൾക്ക് മനസ്സിലായി. ഇപ്പൊ SIRന്റെ പേരിൽ അവർ പറയുന്നു
ഇവിടെ മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാണ്. അല്ല, വോട്ടർ പട്ടികയിൽ ഒഴിവാക്കുന്നത് അതിഥി തൊഴിലാളികളാണ്. പിണറായിയുടെ പുതിയ സുഹൃത്തുക്കളുണ്ട് അതിഥി തൊഴിലാളികൾ. അതുപോലെ തന്നെ സഖാക്കളുടെ കള്ള വോട്ടാണ് ഒഴിവാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ നുഴഞ്ഞു കയറ്റക്കാർ റോഹിംഗ്യൻസിന്റെയും ബംഗ്ലാദേശികളും ബംഗാളിലും ബീഹാറിലൊക്കെ നുഴഞ്ഞു കയറി കള്ള ആധാർ കാർഡ് ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ കയറിക്കൂടുന്നു. കഴിഞ്ഞ ദിവസം ഗൾഫിലുള്ള എന്റെ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഭാര്യയുടെ ആധാർ കാർഡിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് 6 മാസമായി കിട്ടുന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോ എന്താണെന്നറിയോ, പഴയതുപോലെയല്ല, മുതിർന്ന ആളുകൾ ആധാർ കാർഡിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 3 ലെയർ അന്വേഷണം ഇപ്പൊ തുടങ്ങിയിരിക്കുന്നു. വില്ലേജ് ഓഫീസർ അന്വേഷിക്കും, കളക്ടർ ലെവലിലുള്ള ഒരു കമ്മിറ്റി അന്വേഷിക്കും, പിന്നെ സംസ്ഥാന ലെവലിൽ അന്വേഷിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ. കാരണം കോൺഗ്രസിന്റെ കാലത്ത് ആധാർ കാർഡ് പോലും അണ്ടനും അടകോടനും കൊടുത്ത് ഈ രാജ്യത്തിന്റെ എല്ലാ നന്മകളും തകർത്തിരിക്കുന്നു. അതിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള ഒരു വലിയ തീവ്ര ശുദ്ധീകരണ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ SIRനെ കുറിച്ച് മനസ്സിലാക്കണം. ഘടനയിൽ വളഞ്ഞ വഴി കയറി വന്നവരൊക്കെ തുരത്തുന്ന ഒരു മഹാപ്രസ്ഥാനത്തെ നോക്കിയിട്ടാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും സലഫികളും പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താനുള്ളതാണ്. അല്ല, മുസ്ലിങ്ങളിലെ തീവ്രവാദികളെ ഒറ്റപ്പെടുത്താൻ മുസ്ലിങ്ങൾ തന്നെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടില്ലേ, ഡൽഹിയിൽ നടന്ന ഏറ്റവും ഭയാനകമായ ബോംബ് സ്ഫോടനം, 1 ഡസനിലധികം ആളുകൾ മരിച്ചു. ആ കലാപത്തിന് ആ ഒരു മനുഷ്യ ബോംബിന് നേതൃത്വം കൊടുത്ത ആ പഹയന്റെ മോന്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓന് മനുഷ്യന്റെ രൂപമല്ല, ശൈത്താന്റെ രൂപമാണ്. അവൻ അവിടെ ബോംബായി മാറി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരനല്ല, അവൻ ഡോക്ടറാണ്. ഇങ്ങനെ നല്ല എഡ്യൂക്കേഷനുള്ള ആളുകൾ എങ്ങനെ ഇങ്ങനെ തീവ്രവാദികളാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യശാസ്ത്രം, അവിടെയാണ് ഈ സലഫികളുടെ പ്രത്യശാസ്ത്രം. അവരെ ശക്തമായി നേരിടുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം അപകടത്തിലേക്കാണ് എന്നാണ് ഈ കൺവെൻഷനിൽ വെച്ച് എനിക്ക് പറയാനുള്ളത്. ഈ തീവ്രവാദ രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ. അതിനെയാണ് ഇവിടെ തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരല്ല. ഈ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം തന്നെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളതാണ്. എല്ലാവരുടെയും ഒപ്പം എല്ലാവരുടെയും വികാസം എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട്